ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2022 നമ്മളുടെ SSLC എക്സാമിന് സോളിഡ്സ് അഥവാ 8ാമത്തെ ചാപ്റ്ററായ സോളിഡ്സ് ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, നമ്മുടെ സോളിഡ്സിൽ തന്നെ 2019 മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സോളിഡ്സിലെ 11ാമത്തെ ചോദ്യമാണ് 2022 ചോദ്യം കേട്ടോ. നമ്മൾ ഓർഡർ വൈസിൽ ഇങ്ങനെയാണ് നമ്പർ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് 11 എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഫ്രം ദ സർക്കിൾ ഓഫ് റേഡിയസ് 12 cm, എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 90 degree ഈസ് കട്ട് ഔട്ട് ആൻഡ് മെയ്ഡ് ഇൻ ടു എ കോൺ. വാട്ട് ഈസ് ദ ബേസ് റേഡിയസ് ഓഫ് ദ കോൺ? ആരം 12 സെന്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൽ നിന്നും കേന്ദ്ര കോൺ 90 ഡിഗ്രി ആയ ഒരു വൃത്താംശം വെട്ടിയെടുത്ത് ഒരു വൃത്തസ്തംഭം ഉണ്ടാക്കുന്നു. സ്തംഭമല്ല, വൃത്തസ്തൂപികയാണ് കേട്ടോ. സ്തംഭമല്ല, സ്തൂപിക. കോൺ അറിയണത് വൃത്തസ്തൂപികയാണ്, സ്തംഭം എന്നാണ് എഴുതിക്കുന്നത്. കോൺ എന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മെയ്ഡ് ഇൻ ടു എ കോൺ എന്നാണ് വൃത്തസ്തൂപിക കേട്ടോ. വൃത്തസ്തൂപികയുടെ ആരം കണക്കാക്കുക. റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. വലിയ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, ദെൻ എക്സ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സോ R/R ഈക്വൾ ടു X/360 വരും. R/12 ഈക്വൾ ടു 90/360. 90നെ 360നെയും കട്ട് ചെയ്യാം. ഒരു 9 9 4 9 36. ഓക്കെ, സോ 12 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 12/4 3 കിട്ടും. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ് സർക്കിളിൻ്റെ റേഡിയസ്. സെൻട്രൽ ആംഗിൾ 90 ആണ്. ദെൻ R/R ഈക്വൾ ടു X/360. സ്മോൾ ലെറ്റർ R ആണ് കണ്ടത്. 12 90നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 0 0 പോയി. 9 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 1. 36 4 9 ആണുള്ളത്. സോ R/12 ഈക്വൾ ടു 1/4 കിട്ടും. ദെൻ ഈ 12നെ അപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ 12/4 3 എന്ന് കിട്ടും. സോ ബേസ് റേഡിയസ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അടുത്ത്, ദ ലാറ്ററൽ face of a square pyramid or equilateral triangle. If the length of one base edge is 20 cm, what will be the measure of its slant height in centimeter? ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളാണ്. ഒരു പാദവക്കിന്റെ നീളം 20 സെന്റിമീറ്റർ ആണ്. സമചതുര സ്തൂപികയുടെ ചെരിവ് ഉയരം എത്രയായിരിക്കും? ഓക്കെ, അപ്പോൾ പാർശ്വമുഖ ചിത്രം തന്നിട്ടുണ്ട്. ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 20 ആണ്, പാദവക്ക്. പിന്നെ വാട്ട് വിൽ ബി ദ സ്ലാൻഡ് ഹൈറ്റ്? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാറ്ററൽ എഡ്ജും 20 ആയിരിക്കും. അപ്പോൾ E കിട്ടി, A കിട്ടി. ഇനി കാണേണ്ടത് ആരെയാ? ചെരിവ് ഉയരം അഥവാ സ്ലാൻഡ് ഹൈറ്റ് L കാണണം. എന്താണ് L-ഉം E-യും A-യും തമ്മിലുള്ള റിലേഷനാ? നമുക്ക് 2 മെത്തേഡിലാണ് ഇതുള്ളത് കേട്ടോ. ഒന്ന് L-ഉം A-യും E-യും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതേപോലെ റേഷ്യോ വെച്ചിട്ട് ചെയ്യാം. ആദ്യം ഇവിടെ ഏതാ വെച്ചിട്ടുള്ളത്? ആദ്യം ഞാൻ റേഷ്യോ വെച്ചിട്ടുള്ളത് പറഞ്ഞുതരാം. ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവിടെ 90, അപ്പോൾ മുകളിൽ 30. 30 60 90 വന്നു കഴിഞ്ഞാൽ 1:√3:2 ആണ് വരിക. നോക്കിയാൽ ഇവിടെ എങ്ങനെ 10 വന്നത്? ബേസ് എഡ്ജിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. 10 10 പറഞ്ഞുണ്ട്. അപ്പോൾ 1ന്റെ ഓപ്പോസിറ്റ് 10 ആണ്. അപ്പോൾ √3യുടെ സ്ഥാനത്ത് എത്രയായിരിക്കും? 10√3 ആയിരിക്കും. സ്ലാൻഡ് ഹൈറ്റ് 10√3 എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ E-യും A-യും തമ്മിലുള്ള റിലേഷൻ എന്ത്? E-യും A-യും L-ഉം തമ്മിലുള്ള റിലേഷൻ E² is equal to L² plus A/2 whole square എന്നാണ് അല്ലേ? E നമുക്കറിയാം 20 ആണ്. 20ന്റെ സ്ക്വയർ 400. L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A/2നെ ഞാൻ ഇപ്പുറം കൊടുക്കും. മൈനസ് A 20 ആണെന്നുണ്ടെങ്കിൽ A/2 എത്രയാണ്? 10. 10ന്റെ സ്ക്വയർ 100. 400 100 പോയാൽ എത്രയാ? 300 കിട്ടും. ഇത് L² ആണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കണം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 × 3 എന്ന് എഴുതാം. അതിൽ 100ന്റെ റൂട്ട് എത്രയാ? 10. അപ്പോൾ 10√3 കണ്ട. 2 രീതിയിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 60,
90 30 വരും. 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2 ആണ്. 1ന്റെ സ്ഥാനത്ത് 10 ആകുമ്പോൾ √3യുടെ സ്ഥാനത്ത് 10 √3 വരും. സോ സ്ലാൻ ഹൈറ്റ് 10 × √3 അഥവാ 10 √3 വരും. ഇനി √3യുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. ഇനി കൊടുത്താലും ഇല്ലെങ്കിലും നമ്മൾ √3 10 √3 വരെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു വെക്കുക കേട്ടോ. ഇവിടെ √3യുടെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് 1.732 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1.732നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും, 17.32 എന്നാവും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സർഫസ് ഏരിയ. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ കോൺ ഹാവിംഗ് ബേസ് റേഡിയസ് 9 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 12 സെന്റിമീറ്റർ. പാദത്തിന്റെ ആരം 9 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററുമായ വൃത്തസ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കാണുക. സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് πr² + πrl ആണ്. πr² + πrl ആണ്. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് കോൺ ഹാവിംഗ് ബേസ് റേഡിയസ് 6 9 ആണ്, ഹൈറ്റ് 12 ആണ്, എല്ല് തന്നിട്ടില്ല. അപ്പോൾ ആദ്യം എല്ല് കാണണം, സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ 6 9 ആണ്, h 12 ആണ്. L² = r² + h² ആണ്. 6 9 h 12. അപ്പോൾ 9ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ. 9ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 9 × 9 81. 12ൻ്റെതോ 144. ഓക്കെ, ഇനി ഇത് കൂട്ടുക. 144ക്ക് 81 കൂട്ടുക. 4ക്ക് 1 കൂട്ടിയാൽ 5 കിട്ടും. 8 4 12ക്ക് 2 ഇഷ്ടം 1 1 1 2 225 കിട്ടും. സ്ക്വയർ കാണാൻ റൂട്ട് എടുക്കുക. ഓക്കെ, 225ന്റെ റൂട്ട് എത്രയാ? 15 ആണ്. ഓക്കെ, അപ്പോൾ എൽ എത്ര കിട്ടി? 15 എന്ന് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണാലോ. πr² + πrl 6 9 ആണ്. ഓക്കെ, അപ്പോൾ π × 9ന്റെ സ്ക്വയർ പ്ലസ് π × 9 × l 15. 9ന്റെ സ്ക്വയർ എത്രയാ? 81 ആണ്. ഇനി 9 × 15 9 5 45ക്ക് 5 ഇഷ്ടം 4 വരും. 9 9 9 4 13. ഇനി 135ക്ക് 81 കൂട്ടുക. 5ഉം 1ഉം 6, പിന്നെ 8ഉം 3ഉം 11ക്ക് 1 ഇഷ്ടം 3 1 1 2 216 π സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എത്രയാ? 216 π സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് എന്ത്, നമ്മളുടെ ഈ തന്നിരിക്കുന്ന കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ റേഡിയസ് ഓഫ് എ സോളിഡ് മെറ്റൽ സ്ഫിയർ ഈസ് 6 സെന്റിമീറ്റർ. ഒരു ലോഹഗോളത്തിന്റെ ആരം 6 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ. ഗോളത്തിന്റെ വ്യാപ്തം കാണുക. The sphere is melted and recast into a solid cone of radius 6 centimeter. Find the height of the cone. ഗോളം ഉരുക്കി 6 സെന്റിമീറ്റർ ആരമുള്ള വൃത്തസ്തൂപിക ഉണ്ടാക്കി. വൃത്തസ്തൂപികയുടെ ഉയരം കാണുക. അപ്പോൾ ആദ്യം നമുക്ക് സ്ഫിയറിന്റെ വോളിയം കാണണം. എന്താ സ്ഫിയറിന്റെ വോളിയം കാണാൻ ലൊക്കേഷൻ? 4/3 πr³. ഓക്കെ, r എത്രയാണ്? 6 ആണ്. അപ്പോൾ 4/3 × π × r³. r³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6നെ 3 വട്ടം ഗുണിക്കണം. 6 × 6 36 ആണ്. 6 36 ആണ്. പിന്നെ 36നെ 6 ആയിട്ട് ഗുണിക്കാം. 6 36ക്ക് 6 ഇഷ്ടം 3 3 18 18ഉം 3ഉം 21 216. ഓക്കെ, ഇനി ഈ 216നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4/3 എന്നല്ലേ? 2ൽ 3 ഇല്ല. 21ൽ 7 3 21 0 6നെ ഇറക്കി എഴുതി. 6ൽ 2 പ്രാവശ്യം 2 3 6. അപ്പോൾ 72 എന്ന് കിട്ടും. അങ്ങനെയാണ് 72 π. ഇനി ഈ 72നെ 4 കൊണ്ട് ഗുണിക്കുക. 1 4 4 24 8 7 4 28 288 π സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് സ്ഫിയറിന്റെ വോളിയം. മക്കളെ, ഇനി ഈ സ്ഫിയറിനെ, നമ്മളുടെ കയ്യിലുള്ള ഈ സ്ഫിയറിനെ ഉരുക്കിങ്ങാണ്ട് ഒരു കോണാക്കി മാറ്റി എന്നാണ് പറഞ്ഞത്. ആ കോണിൻ്റെ ബേസ് റേഡിയസ് തന്നിട്ടുണ്ട്. കോണിൻ്റെ റേഡിയസ് 6 ആണ്. ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മക്കളെ, ഈ സ്ഫിയറിനെ ഉരുക്കിങ്ങാണ്ട് കോണാക്കി മാറ്റുമ്പോൾ
ഈ സ്പിയറിന്റെ വോളിയം എന്താണോ ആ വോളിയം തന്നെയാണ് ആർക്കും ഉണ്ടാവുക, കോണിനും ഉണ്ടാവുക. നമ്മൾ ഇതിൽ നിന്ന് ഒരു സാധനം എടുത്ത് ഒഴിവാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സ്പിയറിനെ അങ്ങോട്ട് ഉരുക്കിങ്ങാണ്ട് അതിനെന്ത് ചെയ്ത് എന്താക്കി മാറ്റി, അതിന് ഒരു കോണാക്കിയിട്ട് മാറ്റി. ആ ഗോളത്തിന് ഉരുക്കിങ്ങാണ്ട് അതിനൊരു സ്തൂപികാക്കിയിട്ട് മാറ്റി. അപ്പൊ അതിലുള്ള വോളിയത്തിന് എന്ത് വന്നിട്ടുണ്ടാവില്ല, ചേഞ്ച് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഈ സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും, കോണിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ വോളിയം ഓഫ് ദ കോണ്, വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 288 പൈ തന്നെയാണ് കിട്ടുക. കാരണം എന്താന്ന് മനസ്സിലായല്ലോ, ആ സ്പിയറിനെ ഉരുക്കിങ്ങാണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കണത്, കോൺ ഉണ്ടാക്കിയിരിക്കണത്. ഓക്കെ, അപ്പോ ഇവിടെ വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 288. കോണിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ, 1/3 πr² h. 1/3 ഉണ്ട് കേട്ടോ, അപ്പൊ ഇതിൽ ചെയ്ത് പാളിയിട്ടുണ്ടാവും. 1/3 πr² h വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ. 1/3 πr² h. ഇതിൽ 1/3 ഇട്ടിട്ടില്ല, ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ആറിന്റെ സ്ഥാനത്ത് r² കൊടുത്തു, അപ്പൊ ഒരു 1/3. r² എത്രയാ, 36 ആണ്. ഇവിടെ ഒരു 1/3 ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കാം. ഞാൻ 36നെ, ഞാൻ ആൻസർ വേറെയാണ് വരിക. ഇവിടുത്തെ ഈ പൈയും വെട്ടിപ്പോയി കേട്ടോ, രണ്ടിടത്തും പൈ ഉണ്ടല്ലോ. അപ്പൊ പൈ ക്യാൻസൽ ആയിപ്പോയി. ഈ πr² h എന്ന് പറയുന്നത് വൃത്തസ്തൂപികയുടെ, വൃത്തസ്തംഭത്തിന്റെ പരപ്പളവാണ് πr² h എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള സ്തൂപികയുടെ പരപ്പളവാണ്, സ്തൂപികയാണ് ആക്കിയിട്ടുള്ളത്, കോണാണ് ആക്കിയിട്ടുള്ളത്. സിലിണ്ടറിന്റെ വോളിയാണ് πr² h കേട്ടോ. ഇവിടെ കോണാണ്, അത് 1/3 πr² h ആണ്. ഞാനിവിടെ 1/3 ഇട്ടാണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ കാണിക്കുന്നതിന് മുമ്പ് ഏതായാലും ആൻസറിൽ നമ്മൾ ചെറിയ മാറ്റം ഉണ്ടാവും, അപ്പൊ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ 36 1/3 πr² h ആണ്. പൈയും എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. r എന്ന് പറയുന്ന റേഡിയസ് 6 ആണ്. അപ്പൊ ആറിന്റെ സ്ക്വയർ 36 ആണ്. 1/3 ഉണ്ട്. ഈ 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാതെ തന്നെ നമുക്കറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുള്ളൂ കേട്ടോ. 12 ആണ് വരിക എന്നുള്ളത്. ഒരു 3 3 0 6 വരും. 6ൽ 2 3 12. ഓക്കെ, അപ്പോ 12h ഈക്വൽ ടു 288 എന്ന് വരും. ഇതിൽ നിന്ന് h ഈക്വൽ ടു എന്ത് വരും, 288/12 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ 288നെ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. 288/12. ഓക്കെ, 28ൽ എത്ര 12 ഉണ്ട്, 12 12 24 ആണ്. അപ്പൊ 2 എണ്ണം. 8ന്ന് 4 പോയാൽ 4. ഓക്കെ, 2ന്ന് 2 പോയാൽ 0. 8നെ ഇറക്കി എഴുതി. 48. 48ൽ എത്ര ഉണ്ട്, 2 എണ്ണം ആകുമ്പോൾ 24 ആയി. 24 48 അല്ലേ, അപ്പൊ 4 എണ്ണം വരും. ഒരു 4 4 24 8, ഒരു 4 4 48 കണ്ടോ. അപ്പൊ ഹൈറ്റ് എത്രയായിരിക്കും, 24 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു 1/3 ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോളാം. 1/3 πr² h എന്നാണ് നമ്മളുടെ സിലിണ്ടറിന്റെ കോണിന്റെ വോളിയം വരുന്നത്. സ്പിയറിനെ കോൺ ആക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. സോ 1/3 πr² h. പൈയും എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. റേഡിയസ് 6 ആണ്. അപ്പൊ r² 1/3 r² h. r² 36 ആണ്. അപ്പൊ 1/3 × 36 എന്നാണ്. അപ്പൊ 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. അപ്പോ 12h ഈക്വൽ ടു 288 എന്ന് കിട്ടും. ഈ 12നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 288/12, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെ സൈഡിൽ ചെയ്തു. എത്ര കിട്ടി, 24 കിട്ടി. അപ്പൊ ഹൈറ്റ് എത്രയാ, 24 അഥവാ 24. ഓക്കെ, πr² h എന്ന് പറയുന്നത് സിലിണ്ടർ ആണ് കേട്ടോ, സ്തംഭത്തിന്റെയാണ്. നമ്മളിവിടെ സ്തൂപികയാണ്, കോണാണ് ആക്കിയിട്ടുള്ളത്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വർഷത്തിൽ നമ്മളുടെ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ എക്സാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കും തോറും ടെൻഷൻ കൂടുമൊന്നും വേണ്ട. പഠിച്ചത് എന്താണോ അത് നിങ്ങൾ പോയി എഴുതുക. ഓക്കെ, കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളുടെ റിസൾട്ട് അന്വേഷിച്ചാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. പഠിച്ചത് എഴുതിയിട്ട് അതിനുള്ള മാർക്ക് മേടിച്ച് നമ്മൾ പോരും. ഓക്കെ, നമ്മളുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുക, A+ മേടിക്കുക. ഓക്കെ, പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ് എന്നാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് ദാറ്റ് വിൽ മേക്ക് യു പെർഫെക്റ്റ്. നിങ്ങളുടെ തെറ്റുകളെല്ലാം തിരുത്തി അത് നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, so wish all the very best for your examination, and thank you for watching this video. See you soon. Bye.